ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ശാസ്ത്രയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പാലക്കാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ യാത്രയിൽ ഏകദേശം അങ്കമാലി കടന്ന് കഴിഞ്ഞാൽ നാലുവരിപ്പാത സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ നാലുവരിപ്പാതയുടെ ഇടയിൽ പല ഭാഗത്തും ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു കീപ്പ് ലെഫ്റ്റ് എന്നും പറഞ്ഞൊരു ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ പലർക്കും, എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകൾക്കും അറിയില്ല എന്തിനാണ് ഈ നാലുവരിപ്പാതയിൽ കീപ്പ് ലെഫ്റ്റ് എന്നുള്ളൊരു ബോർഡ് വെച്ചിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ഇടതുവശത്തെ ട്രാക്കിലൂടെ വാഹനം ഓടിച്ചു പോകുന്നുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾ വലതുവശത്തെ ട്രാക്കിലൂടെ ഓടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ വിചാരം ഈ വലതുവശത്തെ ട്രാക്ക് നല്ല ഓവർ സ്പീഡിൽ പോകുന്നവർക്കുള്ള ട്രാക്കാണെന്നാണ്. ശരിക്കും പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഓരോരോ സ്പീഡിന് ഓരോരോ ട്രാക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ 4 വരി പാതയാണെങ്കിലും 2 വരി പാതയാണെങ്കിലും ഒക്കെ വാഹനം ഓടിക്കേണ്ടത് ഇടതുവശത്തെ ട്രാക്ക് കൂടെ തന്നെയാണ്. അല്ലാതെ 4 വരി പാതയിൽ വലതുവശത്തെ ട്രാക്കിൽ ഓടിക്കാം, ഇടതുവശത്തെ ട്രാക്കിൽ കൂടെ ഓടിക്കാം, അങ്ങനെയല്ല. ഏത് ട്രാക്കാണെങ്കിലും ഇടതുവശത്തെ ട്രാക്ക് കൂടെ തന്നെയാണ് നമ്മൾ വാഹനം ഓടിച്ച് പോകേണ്ടത്. അതാണ് സേഫും. അതുപോലെ തന്നെ നിങ്ങൾ വലതുവശത്തെ ട്രാക്ക് ഓവർടേക്കിങ്ങിന് മാത്രമായിട്ട് യൂസ് ചെയ്യേണ്ട ട്രാക്കാണ്. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം സിഗ്നൽ കൊടുത്ത് വലതുവശത്തെ ട്രാക്കിലേക്ക് വരിക. അത് കഴിഞ്ഞ് ഓവർടേക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇടതുവശത്തെ ട്രാക്കിലേക്ക് മാറിക്കൊള്ളുക. അതാണ് റൂള്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ചില ജംഗ്ഷനൊക്കെ എത്തുന്ന സമയത്ത്, മേജർ ജംഗ്ഷനൊക്കെ എത്തുന്ന സമയത്ത് അവിടെ ഈ 4 വരി പാത 6 വരി പാതയായിട്ട് വീതി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് അത് റൈറ്റ് ടേൺ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ യു ടേൺ ചെയ്യുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് പോകണമെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഒരു 100 കിലോമീറ്റർ 3 വരിയായിട്ട് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ നിന്ന് തന്നെ ഏറ്റവും റൈറ്റ് എൻഡിലുള്ള ട്രാക്കിലേക്ക് സിഗ്നൽ കൊടുത്ത് മാറി ആ റൈറ്റ് ഏറ്റവും, അതായത് മീഡിയൻ്റെ തൊട്ടുള്ള ട്രാക്കിലേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് റൈറ്റ് ടേൺ ചെയ്യാൻ സൗകര്യമായിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് നമ്മൾ കാരണം ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ 6 വരി പാതയായിട്ട് മാറുന്നത്. അത് ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്ററേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ എഗെയിൻ ഇത് ചുരുങ്ങി വീണ്ടും 4 വരി പാതയായിട്ട് തന്നെ മാറും. അപ്പോൾ ആ സമയത്ത് എഗെയിൻ നമ്മൾ ഇടതുവശത്തെ പാതയിലേക്ക് തന്നെ സിഗ്നൽ കൊടുത്ത് വന്ന് ആ ഇടതുവശത്തെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. അതുപോലെ തന്നെ യാത്രയുടെ ഇടയിൽ കാണാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ബൈക്കുകാരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഓരോരോ അഭ്യാസമൊക്കെ കാണിച്ച് പോകുന്ന കാണാം 4 വരി പാതയിൽ. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ അഭ്യാസം കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല റോഡ്. അത് ഏതെങ്കിലും മറ്റേ റേസ് ട്രാക്കിൽ പോയി കാണിക്കുക. അതേപോലെ തന്നെ ബൈക്കുകാർക്ക് പോകാനായിട്ടൊരു ട്രാക്കുണ്ട്. ഇടതുവശത്തെ ഏറ്റവും എൻഡിലായിട്ട് ഒരു 5 അടി വീതിയിലുള്ളൊരു ട്രാക്ക് കാണാം. അത് സത്യം പറഞ്ഞാൽ ബൈക്കുകാർക്കും 2 വീലേഴ്സിനായിട്ടുള്ള ട്രാക്കാണത്. അപ്പോൾ 2 വീലേഴ്സ് എപ്പോഴും 4 വരി പാതയിൽ ഓടിക്കേണ്ടത് ആ ട്രാക്ക് കൂടെയാണ്. അല്ലാതെ വലിയ ട്രാക്കിലേക്ക് കയറി ഓടിക്കാനുള്ളതല്ല. വലിയ ട്രാക്ക് വലിയ വാഹനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ ഇടത് വശത്തുള്ള ട്രാക്കിലൂടെ തന്നെ ബൈക്കുകാർ ഓടിച്ചു പോവുക. അപ്പോൾ അവർക്കും തടസ്സം ഉണ്ടാവില്ല, വലിയ 4 വീലേഴ്സിനും തടസ്സമില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.